എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീഡിയോയിലോട്ട് കടക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം കൂട്ടി നല്ലോണം തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ മസാലകളൊക്കെ മീനിൽ നല്ലോണം പിടിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം മസാലകളൊക്കെ അതിൽ പിടിപ്പിക്കുക. വളരെ ടേസ്റ്റിയുള്ളൊരു മത്തിയാണ്, കുക്കർ മത്തിയാണിത്. നമ്മൾ മത്തിയെല്ലാം സാധാരണ കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കാറുണ്ട്, മൺചട്ടിയിലൊക്കെ ഇട്ടിട്ട്. എന്നാൽ അതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ചെറിയ മത്തിയാണ്, വലിയ മത്തിയാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കണം. ഇനി ഉലുവ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഈ സമയത്ത് ഉലുവ പൊടി ഇതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച വെളുത്തുള്ളി ചതച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണോളം ചെറിയുള്ളി ചതച്ചത് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഇത് നല്ലോണം ഒന്ന് ചുവന്ന് വരണം, കരിഞ്ഞു പോകരുത്. അന്നപ്പാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇതിന് കിട്ടുക. അങ്ങനെ അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ പുരട്ടി വെച്ച മസാലകളൊക്കെ പുരട്ടി വെച്ച മത്തി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് നിരത്തി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മത്തിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ ഈ മസാലയിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അധികമായിപ്പോയത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ആ മത്തി ഇതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മത്തിയും ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി അത് നല്ലോണം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ആ വിസിൽ വന്നതിന് ശേഷം അത് തനിയെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് മൂടി തുറക്കുക. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മത്തി റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മത്തി. ഇനി നമ്മളത് അതിൽ നിന്നും വളരെ ശ്രദ്ധയോടുകൂടി കോരിയെടുക്കുക, പൊട്ടിപ്പോവാതെ നോക്കണം. അങ്ങനെ മുഴുവൻ മത്തിയും അതിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ആ നീരുണ്ടല്ലോ, അതിൻ്റെ ചാറ് അത് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി ഇങ്ങനെ തന്നെ കൂട്ടാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ തന്നെ കൂട്ടാം. ഇനി വറ്റിച്ച മത്തിയാണല്ലോ ഇത്, അതുകൊണ്ട് ആ നീര് മാത്രം ഒന്ന് നല്ലോണം ഒന്ന് കുറുകുന്നത് വരെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മത്തി വറ്റിച്ചതുണ്ടെങ്കിൽ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഇത് മാത്രം കൊണ്ട് വേറെ നിറയെ ചോറുണ്ണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പം മത്തിയൊക്കെ ഒരുപാട് കിട്ടുന്ന ടൈമായതുകൊണ്ട്
ഇതുപോലുള്ള വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.